കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ 3-4 ദിവസമായി വന്ന് കഥകൾ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് വന്നിട്ട് ഈ പത്രം എടുത്ത് വായിച്ച് നോക്കിയപ്പോൾ എല്ലാ പേജുകളും ഇപ്പോൾ ഒരു 3-4-5 ദിവസമായിട്ട് ചൂടുള്ള ഒരു വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഷ്ടകാലം തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ ചില പ്രമുഖരായിട്ടുള്ള സിനിമാ താരങ്ങൾക്കും പിന്നെ സമൂഹത്തിലെ ഉന്നത തലത്തിലുള്ള ചില പ്രമുഖ വ്യക്തികൾക്കുമൊക്കെയാണ്. അവരുടെ കഷ്ടകാലം തുടങ്ങിയെന്നാണ് തോന്നുന്നത്. കുറച്ച് കാലം അത് കാണും. അടുത്ത ഒരു ഹോട്ട് ന്യൂസ് വരുന്നത് വരെ അതിങ്ങനെ കണ്ടിന്യൂ ആവും. കുറേ നാളുകൾ നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ കാലി വാരുന്ന ചില പ്രവണത എല്ലാ വിഭാഗത്തിലും ഉണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ട്. കുറേ നാൾ അവർ അതിൻ്റെ കൂടെ നിന്ന് ബെനഫിറ്റും എല്ലാം അവരുടെ കാര്യങ്ങളെല്ലാം സാധിച്ചിട്ട് പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ പിന്നിൽ നിന്ന് കുത്തും എന്നാണ് അതിന് പറയുന്നത്. അതൊട്ട് ശരിയുള്ള കാര്യമല്ല. പിന്നെ എന്നാൽ ചില തെറ്റുവശങ്ങളൊക്കെ വന്നാൽ അതെല്ലാം വർഷങ്ങൾ കഴിഞ്ഞിട്ട് കൊണ്ടുവരാതെ ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കണം. അതാണ് വേണ്ടുന്നത് കൂട്ടുകാരെ. എല്ലാ ആളുകൾക്കും നല്ല സമയവും ചീത്ത സമയവും വരും. കഷ്ടകാലം വരുമ്പോൾ ഒന്നും ഒരു കുറ്റവും ചെയ്തില്ലെങ്കിലും നമ്മൾ തെറ്റുകാരാകും. അതൊക്കെ ഈ മനുഷ്യ സഹജമാണ്. നമ്മൾ ഇനി എത്ര കാലം ഈ ലോകത്ത് ജീവിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുന്നത്. തെറ്റ് വല്ലതും ചെയ്തതാണെങ്കിൽ അതിന് ശിക്ഷ ദൈവം തന്നെ കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ. പണ്ടത്തെ കണക്കൊന്നുമല്ല. ഓരോ അവസരങ്ങളിൽ അപ്പോഴപ്പോൾ തന്നെയാണ് ഓരോ ഫലങ്ങൾ കിട്ടുന്നത്. ഭഗവാൻ അപ്പോഴപ്പോഴാണ് ഓരോ പ്രതികരണം നടത്തുന്നത്. എല്ലാവരും നല്ല ചിന്തയോടും നല്ല ചിന്തയോടുകൂടി എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകണം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുക. നമ്മളോടൊപ്പം ഒരുപാട് നാൾ ജോലിയൊക്കെ ചെയ്ത് നമ്മളോടൊപ്പം നിന്നവർ പിന്നെ ഒരു സുപ്രഭാതത്തിൽ നമ്മളെ തള്ളിപ്പറയുന്ന ഒരു പ്രവണതയുമുണ്ട്. അതൊന്നും ശരിയല്ല. എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് അങ്ങ് നിൽക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കും തെറ്റുകളൊക്കെ വരും. അത് മനുഷ്യ സഹജമാണ്. ഇപ്പോൾ ചില പിന്നെ പ്രഗത്ഭരായിട്ടുള്ള സമൂഹത്തിലെ ഉന്നത നിലയിലുള്ള സിനിമാ താരങ്ങൾക്കും അവർക്കൊക്കെയാണ് ഇപ്പോൾ കുറച്ച് മോശം സമയമെന്ന് തോന്നുന്നു. എല്ലാ വിഭാഗം ആളുകൾക്ക് ഈ സമയമാറ്റം ഉണ്ടാകുന്നതാണ്. കുറച്ച് കാലം അത് കാണും. അടുത്ത പുതിയൊരു ഹോട്ട് ന്യൂസ് വരുമ്പോഴത്തേന് ഇതങ്ങ് മാറും. അത് അങ്ങ് മറയും. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ജീവിത കാലത്ത് ഈ കാലഘട്ടത്തിലെ സംഭവങ്ങളെന്ന് പറയുന്നത്. പുതിയത് വരുമ്പോൾ പഴയതങ്ങ് അടിയിലാകും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. എല്ലാവരും നല്ലതുപോലെ പ്രാർത്ഥിക്കുകയും നല്ല പ്രവർത്തനങ്ങൾ നടത്തുകയും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണങ്ങൾ വരുന്ന കാര്യങ്ങൾ ചെയ്യുക. പിന്നിൽ നിന്ന് കുത്തുന്ന പ്രവണത കളയുക കൂട്ടുകാരെ. എല്ലാവരും അങ്ങനെയൊന്നുമല്ല. എന്നാൽ ചില ആളുകളാണ് അങ്ങനെ. ഒരുപാട് വർഷം കൂടെ നിന്നിട്ട് തള്ളിപ്പറയുന്ന പ്രവണത നല്ലതല്ല. അവരും അതിൻ്റെ ഗുണാനുഭവങ്ങളെല്ലാം പറ്റിയിട്ടായിരിക്കും ഈ തള്ളിപ്പറയുന്നത്. അതൊന്നും ശരിയല്ല. നമ്മൾ എപ്പോഴും നല്ല മൈൻഡോടുകൂടി മറ്റുള്ളവർക്കൊരു ദോഷവും വരാത്ത രീതിയിൽ പ്രവർത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കിത് ഒക്കെ വായിച്ചപ്പോൾ തോന്നിയത്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇട്ടത് കൂട്ടുകാരെ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാൻ ഇവിടെ വന്ന പാടെ ഇവിടെ ഇരുന്നതാണ്. ഞാൻ കുറച്ച് താമസിച്ചു. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. നമുക്ക് ആരെയും മാറ്റാനൊന്നും പറ്റത്തില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു സ്വഭാവവും എല്ലാം കാണും. നമ്മൾ കറക്റ്റ് ചെയ്ത് നന്നായിട്ട് ജീവിച്ച് മുന്നോട്ട് പോവുക. അത്രയൊക്കെ നമുക്ക് പറ്റും. മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുകയെങ്കിലും ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ കൂട്ടുകാരെ ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിവസം, നല്ല ഒരു ഗുഡ് ഈവനിങ്.